ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹത്തിൽ ഒന്നായിരുന്നു ലക്ഷദ്വീപ് യാത്ര. ആ യാത്രയുടെ തുടക്കത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഒരു പാക്കേജാണ്, സമുദ്രം പാക്കേജ്. ഇത് എടുത്തിട്ടാണ് ഞാനിപ്പോ ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതിന് പ്രത്യേകിച്ച് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഒരു ID കാർഡ്, ആധാർ കാർഡോ മാത്രം മതി. അതിനോടൊപ്പം തന്നെ നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏകദേശം 8:30 മണി ആയിട്ടുള്ളൂ. മോർണിംഗ് ഇവിടെ എത്തണം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് 8:30 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊച്ചി ലക്ഷദ്വീപ് വാർ. സമയമായിട്ടില്ല. ഇവിടെയാണ് ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. വെല്ലിംഗ്ടൺ ഐസ്ലാൻഡ് എന്നാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. രാവിലെ ഒരു 10 മണിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ എത്തണം. 9:30 മണിയാവും. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. 9-10 മണിയാവും ഇവിടെ ഓപ്പൺ ആവണമെങ്കിൽ. കുറച്ച് ആൾക്കാരൊക്കെ നമുക്കിവിടെ ലക്ഷദ്വീപ് യാത്രയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് കാണാം. കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വെത്തിലിയോ എന്തോ വിൽക്കുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ചേട്ടനാണോ സംസാരിച്ച് നോക്കാം. എന്താണ്, നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവോ? എല്ലാ ദിവസവും വരും? കപ്പല് എല്ലാ ദിവസവും ഇവിടെ കപ്പൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? ആ സമയത്ത് വരും. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത്, കപ്പലുള്ള ദിവസങ്ങൾ? പിന്നെ ഒരുപാട് വർഷമായിട്ടുണ്ടാവും അല്ലേ? പേരെന്താ? ഓക്കെ. വിളിച്ചു ചോദിക്കും. അങ്ങനെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വെക്കും അല്ലേ? ഇവിടെ എത്ര മണിക്കാണ് കറക്റ്റ് ഓപ്പൺ ആവുക? 9 മണി. ഒരു പ്രായമുള്ള മനുഷ്യനാണ്. വെത്തിലാണ് കേട്ടോ വിൽക്കുന്നത്. കപ്പലുള്ള ദിവസങ്ങളിൽ വിളിച്ചു ചോദിച്ചിട്ട് കപ്പലുള്ള ദിവസങ്ങളിൽ വന്നിട്ട് ഇവിടുന്ന് വെത്തില വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോമ്പ് ടൈമാണ്. ഇവിടെയാണെങ്കിൽ നല്ല വെയിലുമാണ്. ഇത് തുറക്കാത്തതുകൊണ്ട് ഇവിടെ വെള്ളം പോലും കിട്ടാനില്ല. 9 മണിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. ഒറ്റക്കാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. എന്റെ പേര് രാജൻ. ഓക്കെ. എന്താ ബ്ലോഗറാണ്? ചെറുതായിട്ട് ഇയാളിവിടെ വർക്ക് ചെയ്യാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഓക്കെ. അടിച്ചു വിളിച്ചിട്ട് വരാം. ഇവിടെ എയർപോർട്ട് മാതിരി നമുക്ക് ട്രോളിയൊക്കെ കിട്ടും കേട്ടോ, വേഗം കാര്യങ്ങളും കൊണ്ടുപോകാൻ. പിന്നെ ഇവരിപ്പോൾ അവര് വന്ന് വിളിച്ചിട്ടുണ്ട്. 2 മണിക്ക് ശേഷമേ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഉള്ള വെയിലായത് കൊണ്ട് തന്നെ ഒരു മുകളിലത്തെ റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ 2ാമത്തെ നിലയിലാണ് റെസ്റ്റ് റൂം വരുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് CISFന്റെ ഒരു സാഡ് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മോഡൽസ് എല്ലാം കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് കേട്ടോ എൻട്രൻസ്. ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം നമ്മൾ ഇതിലെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ വേറെ ഷിപ്പിന്റെ യാത്രക്കാരാണ് ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ 2 മണിക്ക് ശേഷമാണ്. 2 മണിക്ക് ശേഷമായതുകൊണ്ടാണ് അവരിവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റ് റൂം. ഇവിടെ വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളത്. 2 മണിയായി കഴിഞ്ഞാൽ അവർ വന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗിലാണ്. ഹായ്. അത് നമുക്ക് വെള്ളമെല്ലാം കൊണ്ടുവന്നുണ്ട്. വെള്ളമല്ല, ഇത് കോഫി ഷേക്കാണ് അവരെത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. 2 മണി വരെ വെയിറ്റ് ചെയ്യണം. ടോട്ടലി 3 ഷിപ്പായിട്ട് ഇന്ന് യാത്ര പോകുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതായിരിക്കും ഇത്രയും ലേറ്റ്. ഇപ്പോൾ ഏകദേശം സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതതിൻ്റെ ടാഗാണ്. ഈ ടാഗ് നമ്മൾ കഴുത്തിൽ ഇടേണ്ടതാണ്. നമ്മുടെ പേരും ഡീറ്റെയിൽസിൽ എഴുതിയൊരു ടാഗാണ്. അതോടൊപ്പം ഇതാണ് ബോർഡിംഗ് പാസ്, ഇതാണ് ടിക്കറ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതിനോടൊപ്പം ടൂറിസത്തിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും. അതിനോടൊപ്പം നമുക്ക് ഒരു ടീഷർട്ടും ഒരു ക്യാപ്പും കിട്ടും. ലക്ഷദ്വീപ് സ്പോർട്സ് ലക്ഷദ്വീപ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ടീഷർട്ടും അതേപോലെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്യാപ്പും അവർ നമുക്ക് നൽകും. അപ്പോൾ ഗേസ്, ലെറ്റ്സ് ഗോ.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടത്. ഇവിടെ വെച്ചാണ് നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ, ബേക്കും കാര്യങ്ങളൊക്കെ, ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ID പ്രൂഫും അതോടൊപ്പം തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും നമ്മളിവിടെ കൊടുക്കണം. അവർ ചെക്ക് ചെയ്യാൻ ശേഷം നമ്മൾ ഉള്ളിലേക്ക് പറഞ്ഞു വിടും. അതോടൊപ്പം നമ്മളിപ്പോൾ സമുദ്രം പാക്കേജ് എടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ 2 ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് കൽപ്പനിയും കവരത്തിയുമാണ്. ആദ്യം കൽപ്പനിയിലേക്കാണ് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 14-16 മണിക്കൂർ എങ്കിലും സമയമെടുക്കും. അപ്പോൾ ഷിപ്പ് എത്ര മണിക്ക് എടുക്കും എന്നുള്ളത് അറിയില്ല. വൈകിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എടുത്താൽ തന്നെ നമ്മളൊരു 16 മണിക്കൂർ അങ്ങനെ യാത്ര ചെയ്യണം ലക്ഷദ്വീപ് എത്താൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. പിന്നെ ഇതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം വഴിയെ ഞാൻ പറയാം. അപ്പം നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെക്കിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. തൊട്ടടുത്തല്ല കപ്പലുള്ളത്. ബസ്സിൽ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ബസ് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു ടാഗ് നമ്മുടെ ടിക്കറ്റിലുണ്ടാവും. നമ്മുടെ ക്യാബിന് അതേപോലെ നമ്മുടെ റൂം നമ്പർ ഇതൊക്കെ ഉണ്ടാവും. അത് കറക്റ്റ് നമ്മൾ ടാഗ് എഴുതിയിട്ട് ബാഗിൽ മെൻഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമുക്ക് ലഗേജ് കയറ്റി വിടാം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാഗ് മാത്രം നമ്മൾ കയ്യിൽ വെക്കുക. ലഗേജ് ആ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ കപ്പലുള്ള സ്ഥലത്ത് എത്തിച്ചേരും. ഇതാണ് നമ്മുടെ ബസ്. ഈ ബസ്സിലാണ് നമ്മൾ ഷിപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ലക്ഷദ്വീപിലേക്ക് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു. ബസ് എടുത്തു അല്ലേ. ഇത്രയും ദൂരം നമ്മൾ ബസ്സിൽ കുറച്ച് ദൂരം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. കുറച്ച് ലോങ് ആണ് ഷിപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല റഷാണ്, നല്ല ആളുണ്ട് കേട്ടോ. ബസ്സിന് നിറച്ചും ടൂറിസ്റ്റുകളുണ്ട്. അങ്ങനെ ഗേസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷിപ്പ്. കണ്ടില്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. കാരണം ലക്ഷദ്വീപിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഷിപ്പാണ് കാണുന്നത്. അപ്പോൾ കണ്ടില്ല, നമ്മുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ലഗേജ് കയറ്റിവിട്ട വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ ആൾക്കാരുണ്ടാവും, അവർ നമ്മുടെ റൂമിൽ എത്തിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എറണാകുളം വാർഫിലാണുള്ളത്. നമ്മളിപ്പോൾ ലക്ഷദ്വീപ് വാർഫിൽ നിന്ന് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷിപ്പ് കിടക്കുന്നത്. ബേക്കിൽ കാണാം NV കോറൽസ് ആണ് നമ്മുടെ ഷിപ്പ്. അപ്പോൾ ഇതൊരു വൈകിട്ട് 4 മണി ഇങ്ങനെയാവും ഇവിടുന്ന് എടുക്കാമെന്നാണ് കേട്ടിട്ടുള്ളത്. കറക്റ്റ് ടൈം അറിയില്ല. ഇവിടുന്ന് 3 ഷിപ്പുകളുണ്ട് കേട്ടോ. 3-4 ഷിപ്പുണ്ട്. അതിലൊരു ഷിപ്പാണ് അവിടെ കിടക്കുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു ഷിപ്പ് തന്നെയാണ് അവിടെ. NV ലഗൂൺസ്. സെയിം കപ്പാസിറ്റിയാണ്, സെയിം സൈസ് ആണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ NV കോറൽസ് ആണ്. ഏകദേശം ഒരു 400+ ആൾക്കാരെ ഉൾക്കൊള്ളുന്ന കപ്പലാണ്. 250 ടൺ കപ്പാസിറ്റി കാർഗോയും ഇതിലൊക്കെ ഉള്ളും. വലിയ കപ്പലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസിനെ കണ്ടില്ലേ, ഭയങ്കര രസമാണ് കാണാൻ. എക്സൈറ്റ്മെൻ്റ് ആണ്. ലക്ഷദ്വീപിലേക്ക് നമ്മളിപ്പോൾ യാത്ര ഇതിലാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ അതായത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ്. ക്യാബിനും കാര്യങ്ങളും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാബിനിൽ അവർ റൂമിൽ എത്തിച്ചേരും. നമ്മൾ കയറാൻ പോവുകയാണ്. ഇതാണ് കപ്പലിലേക്ക്. ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. അല്ല, ഇളക്കുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കപ്പലിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് വ്യൂ. കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയല്ല, നമ്മൾ റൂമിൽ എത്തിച്ചേരും അവർ. ഇതാണ് കേട്ടോ വ്യൂ. അടിപൊളിയാണ്.
ഇത് നമ്മളെ റൂമിലേക്കുള്ള വഴി നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം. കാരണം ഓരോ പക്ഷേ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ കണ്ടല്ലേ, വേ ടു ഡെക്ക് 3 ലോവർ ഡെക്ക് വേ ടു ബങ്ക് ക്ലാസ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബങ്ക് ക്ലാസ് ആണ് കേട്ടോ. ഒരു 3 കാറ്റഗറി നമ്മളെ വരും. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നൊക്കെ പറയും പോലെ കപ്പലിൽ ഗോൾഡ്, ഡയമണ്ട്, ഗോൾഡ്, ബങ്ക് അങ്ങനെയാണ് കാറ്റഗറി വരുന്നത്. അത് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടുള്ളത് ബങ്ക് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ റൂമൊന്ന് തപ്പി പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ബങ്ക് ക്ലാസ്സിൽ ഇതാണ് 88 റൂം നമ്പർ വരുന്നത്. ഓക്കെ, ഇത് തന്നെ. അങ്ങനെ നമ്മൾ ഇതാണ് ബങ്ക് ക്ലാസ്. ഏകദേശം ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളനീറ്റിൻ്റെ വെള്ളമാണ്. അടിപൊളിയാണ്. 88 എവിടെ വരും? അപ്പോൾ നമ്മൾ ഒരു വലിയ തപ്പിപ്പിടിച്ചു കണ്ടെത്തി. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇത് ബങ്ക് ക്ലാസ് ആണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ട്രെയിനിലൊക്കെ പോലെ തന്നെ 3 കാറ്റഗറി ബേസിലാണ് റൂംസ് കപ്പലിൽ ഉണ്ടാവുക. അതിൽ 1 ഡയമണ്ട് ക്ലാസ് ആണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്, 2 ഗോൾഡ് ക്ലാസ് ആണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ക്ലാസ്, 3 ബങ്ക് ക്ലാസ് ആണ് എന്ന് വെച്ചാൽ തേർഡ് ക്ലാസ്. ഇതിന് സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരിക. അതേപോലെ തന്നെ ബെഡിന്റെ എണ്ണം സെപ്പറേറ്റ് ആയിരിക്കും. ഡയമണ്ട് ക്ലാസ്സിൽ 2 ഷെയർ ആണ്, 2 ബെഡാണ് ഉണ്ടാവുക. അതേപോലെ ഗോൾഡ് ക്ലാസ്സിൽ 4 ഷെയർ ആണ്. ബങ്ക് ക്ലാസ്സിൽ 20 ബെഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് വരിക. ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ഡയമണ്ട് ക്ലാസ് അഡൽട്ടിന് 37,800 പെർ പേഴ്സൺ ഒരാൾക്ക്. പിന്നെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആണ്. കുട്ടികൾക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അത് 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഡയമണ്ട് ക്ലാസ്സിൽ 33,600 വരും. അതേപോലെ തന്നെ ഗോൾഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിൽ 4 ഷെയർ ആണ് വരുന്നത്. അതിൽ അഡൽട്ടിന് 29,400 റേറ്റ് വരുന്നത്. കുട്ടികൾക്ക് 25,200 10 വയസ്സിന് ശേഷം. ഓക്കെ, പിന്നെ ബങ്കാണ്, അത് തേർഡ് ക്ലാസ്. അത് 20 പേരുണ്ടാവും കേട്ടോ. അതിൽ 20 പേര് 20 ഷെയർ ആണ്. അത് അഡൽട്ടിന് 18,900 റേറ്റ്. കുട്ടികൾക്ക് 14,700 10 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റഗറി വരുന്നത് കപ്പലിലെ റൂംസ്. അത് നമുക്ക് സീസൺ അനുസരിച്ച് മാറാം കേട്ടോ. ഇതിപ്പോൾ ഈ റേറ്റ് ആയിരിക്കണമെന്നില്ല. സീസൺ ടൈമിന് വേറെ ടൈമിന് ഈ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യാം. സീസൺ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഓക്കെ, അങ്ങനെ കപ്പലൊന്ന് ചുറ്റിക്കാണുന്ന ആഗ്രഹത്തിൽ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ കപ്പലിൽ. ഇതാ കാണാൻ നമുക്ക്, കണ്ടില്ലേ ഹോസ്പിറ്റൽ, കപ്പലിനുള്ളിൽ ഹോസ്പിറ്റൽ. നൈസില്ലേ. ഇതാണ് ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ ഓഫീസാണിത്. ഇവിടെയാണോ ഡോക്ടേഴ്സൊക്കെ ഇരിക്കുക. ഇതിൻ്റെ തൊട്ടടുത്താണ് വാർഡ് വരുന്നത് കേട്ടോ. 2 വാർഡുണ്ട്, ഫീമെയിൽ ആൻഡ് മെയിൽ. ഫീമെയിലിന് മെയിലിനായിട്ട് സെപ്പറേറ്റ് വാർഡാണ് കേട്ടോ. എന്തെങ്കിലും എമർജൻസി കേസോ എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് അതിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സിനെ കാണാം, ചികിത്സിക്കാൻ പറ്റും. ഇത് NV കോറൽസ്. ഇത് NV കോറൽസിൻ്റെ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. 2015 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നു. ടൂറിസ്റ്റുകൾക്കുള്ള ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടേക്കാണ്. ഇതാണ് ക്ലാസ്. മാനേജറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റിനെ പറ്റിയിട്ടുള്ള റൂൾസും കാര്യങ്ങളും പിന്നെ ടൈമിങ്ങും പിന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ ചെറിയൊരു ചായയും അതിനോടൊപ്പം ഒരു ബിസ്ക്കറ്റും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മാനേജറോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു വന്നു. നമുക്കതൊന്ന് കേൾക്കാം. എൻ്റെ പേര്
നാസർ റാബി. ഓക്കെ ഞാനിതിൽ ഓൺ ബോർഡ് ടൂറിസ്റ്റ് മാനേജറാണ്. ഓക്കെ നമ്മുടെ ഈ പാക്കേജ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ലക്ഷദ്വീപിലെ സ്പോർട്സ് ആണ്. ലക്ഷദ്വീപിലെ സ്പോർട്സ് എന്ന് പറയുന്നത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി. ലക്ഷദ്വീപിന്റെ ഇതിലാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ കേരള ഗവൺമെന്റ് അങ്ങനെയൊന്നും അല്ലേ? ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അണ്ടർ. ലക്ഷദ്വീപ് ടൂറിസത്തിന്റെ അണ്ടറിലുള്ള ഒരു സൊസൈറ്റിയാണ് സ്പോർട്സ് ചെയ്യുന്നത് അല്ലേ? സ്പോർട്സ് ആണ് ഈ പാക്കേജ് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ ഇത് പോകാൻ പോകുന്നത് 2 ഐലൻഡ് കവറിങ് 2 ഐലൻഡ്സ്, കൽപ്പേനി ആൻഡ് കവരത്തി. കൽപ്പേനി കവരത്തി, ആ 2 ഐലൻഡിലാണ് നമ്മൾ പോകുന്നത്. 2 ഐലൻഡ്. ഇപ്പൊ ഇന്ന് 12th നമ്മള് 13th കൽപ്പേനി, 14th കവരത്തി, 15th കൊച്ചി. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നത് കൽപ്പേനി. നാളെ കൽപ്പേനി, മറ്റന്നാൾ കവരത്തി, ഓക്കെ, പിന്നെ കൊച്ചി. നോർമലി ഇപ്പൊ ഈ ഷെഡ്യൂളിൽ നമുക്ക് മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഫ്രം ഓൺ ബോർഡ്. ഓക്കെ. ലഞ്ച്, ഈവനിങ് ടീ ഫ്രം ഐലൻഡ്. ഓക്കെ. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോകുന്നത് കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലേക്കാണ് കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്യാണ്. നമുക്കൊന്ന് കാഴ്ചകൾ കാണാം. ഓ വാവ്, സൂപ്പർ! എന്താ സൂപ്പർ അല്ലേ? പുള്ളി വ്യൂ ആണ്, രക്ഷ. നോ ഐഡിയ. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. ഇതാണ് കപ്പലിന്റെ മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ടാവും ഏകദേശം കൽപ്പനയിലെത്താൻ. അപ്പോൾ ഈ സമുദ്രം പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പാക്കേജിന്റെ പേര് സമുദ്രം പാക്കേജ് എന്നാണ്. ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഒരു 8 മണിക്ക് ഇങ്ങനെ ഇറങ്ങും. അതിനുശേഷം നമ്മൾ ഏത് ഐലൻഡ് എന്ന് വെച്ചാൽ അവിടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 5 മണിയാകുമ്പോഴേക്ക് തിരിച്ച് കപ്പലിലേക്ക്. ഇതാണ് നമ്മുടെ അടിപൊളിയല്ലേ? എന്താ വ്യൂ അല്ലേ? ഏകദേശം 6 മണിയായി, പക്ഷെ ഇതുവരെ കപ്പൽ എടുത്തിട്ടില്ല. അങ്ങനെ നല്ല കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്, നോമ്പ് തുറക്കേണ്ട ടൈമായി. ഇതാണ് കേട്ടോ, ഇതാണ് ക്യാൻറ്റീന്. ഇത് ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് ക്യാൻറ്റീന്. ഇവിടെയാണ് നോമ്പൂരൻ്റെ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അടിപൊളി കപ്പലിലെ നോമ്പുറ. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും മുകളിൽ കയറ് വെച്ച് കെട്ടിയിടുന്ന കാണാറില്ലേ? ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കാണാൻ നല്ല രസമാണ് കേട്ടോ. വലിയ കയറാണ്, ഒരു രക്ഷയില്ല. ഒരു ആനയെ
കപ്പലും കപ്പലിൻ്റെ വെളിച്ചവും നല്ല കാഴ്ചയും. അങ്ങനെ ഇരുടായി, ഏകദേശം ഇരുടായി തുടങ്ങി. കപ്പൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.